പുതിയ അധ്യക്ഷൻ തന്റെ ശിഷ്യൻ തന്നെ. ഇതിൽ പരം മറ്റൊരു സന്തോഷം ഗുരുവിന് കിട്ടാനുണ്ടോ? കെ സുധാകരന്റെ കൈപിടിച്ചെത്തിയ സണ്ണി ജോസഫ് ഇതാ അദ്ദേഹത്തിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ കസേരയിലേക്കും എത്തിയിരിക്കുകയാണ്. ഈ തീരുമാനത്തിൽ ഞാൻ അതീവ സന്തോഷവാനാണെന്നും പിണറായിക്കെതിരെ പോരാടുവാൻ അധ്യക്ഷ കസേര തന്നെ വേണമെന്നില്ല എന്നും പറയുകയാണ് കെ സുധാകരൻ. കൂടാതെ വർക്കിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിൽ അനുഗ്രഹം മേടിക്കാനെത്തിയ ഷാഫി പറഞ്ഞത് സുധാകരനെ എങ്ങും എടുത്തു മാറ്റിയിട്ടില്ല, അദ്ദേഹം തന്നെയാണ് ഞങ്ങളുടെ ലീഡർ എന്നാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കോൺഗ്രസ് എടുത്ത ഈ തീരുമാനം ഊർജം പകരുന്നു തന്നെയാണ്. ഈ നേതാക്കന്മാരുടെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. നിസ്സാരമായ ചില പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകും. കോൺഗ്രസിന്റെ അകത്ത് തർക്കങ്ങളുണ്ടെങ്കിൽ തർക്കങ്ങൾ എപ്പോഴും തീർക്കുന്ന എല്ലാ കാലഘട്ടവും ഉണ്ടായിട്ടില്ല. നമ്മൾ അടുത്ത കാലമൊന്നും കോൺഗ്രസിന്റെ അകത്ത് ഇത്രയും ഐക്യം ഉണ്ടായ ഒരു കാലം ഉണ്ടായിട്ടില്ല. അത് നമ്മൾ വീണ്ടും അത് തന്നെ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. നമുക്ക് അതിനകത്ത് ഒരു ആശങ്കയുമില്ല, ഒരു ഭയപ്പാടില്ല, ഒന്നുമില്ല. സൗഹൃദമായ അന്തരീക്ഷത്തിലാണ് കോൺഗ്രസ് പോകുന്നത്. ഇനിയെന്താ വേണ്ടത്? ദേശീയ തലത്തിലേക്ക് പ്രവർത്തനങ്ങളൊക്കെ മാറ്റുകയാണോ? ദേശീയ തലത്തിലാക്കിയാൽ പിന്നെ ദേശീയ തലത്തിൽ പാർട്ടി പറഞ്ഞാൽ ഞാൻ പോണ്ടേ? ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കോൺഗ്രസിനെ പ്രചരിപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ലേ? എന്റെ പാർട്ടി പറഞ്ഞാൽ കേൾക്കണ്ടേ? അതെന്റെ ഉത്തരവാദിത്തല്ലേ? അല്ലെങ്കിൽ ഞാനെന്തോ പാർട്ടിക്കാരനാ? എന്നാലും വേണ്ട, ഇത്ര നന്നായി പറഞ്ഞിട്ടുണ്ട്. പിണറായിയെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യം അത് അജണ്ട തന്നെ, അതെന്റെ അജണ്ട തന്നെ. ഇങ്ങനെ അതിന് കുഴപ്പമൊന്നുമില്ല, സങ്കടം ഉണ്ടോ? ഒന്നുമില്ല, പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. എനക്കതിനുള്ള വഴിയും അതിനുള്ള അവസരങ്ങളൊന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പിണറായി വിജയനെതിരെയുള്ള പോരാട്ടം തുടരും. തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതുപക്ഷത്തെ ഞങ്ങൾ തോൽപ്പിക്കും, ഒരു തർക്കമൊന്നും വേണ്ട. അത് വാക്കാണ്, നിങ്ങൾക്ക് കണ്ടറിയാം. I am always happy. അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങാൻ വന്നതാണ്. നേരത്തെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഓരോ പാർട്ടി പ്രവർത്തനവും ആഗ്രഹിക്കുന്ന അതിശക്തമായിട്ടുള്ള നിലപാട്. ഇപ്പൊ താങ്കൾ ഇച്ചിരി ഒന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പിന്നെയും വളച്ചും ഓടിച്ചും ഒക്കെ ചോദിച്ചു നോക്കിയിട്ടും പാർട്ടി താല്പര്യങ്ങൾ മുൻനിർത്തി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഇപ്പം പാർട്ടിയുടെ ചുമതല ഏൽപ്പിച്ചപ്പോൾ എന്റെ APC പ്രസിഡന്റ് ആയിരുന്നു, ഞാൻ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ബോഡി നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. ഇപ്പം ചേഞ്ച് ചെയ്യപ്പെട്ട അനേകം KPC പ്രസിഡന്റുമാർക്കൊന്നും അങ്ങനെ ഒരു എസ്കലേഷൻ പാർട്ടി പെട്ടെന്ന് കൊടുത്തിട്ടില്ല. അപ്പൊ ആ പദവിയിൽ ഇരിക്കുന്ന ഒരാള്, സീനിയർ ആയിട്ടുള്ള ഒരാള്, നമ്മുടെ ഫൈറ്റിന്റെ മുഖമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം, ബ്ലെസ്സിങ്സ് ഉണ്ടാവുക എന്നുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് മുന്നോട്ട് ഏറ്റവും വലിയ കരുത്താണ്. അപ്പൊ അദ്ദേഹം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ ഇതിൽ നിന്ന് എടുത്തു മാറ്റമല്ല, അദ്ദേഹം കൂടെ ലീഡ് ചെയ്യുന്ന ഒരു ടീമിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഒരു ടീമായി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റക്കെട്ടായി പാർട്ടി പ്രവർത്തകരുടെ ഇപ്പൊ ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോവാണ്. അതിൽ ആരാ ഫേസ് ചെയ്യുന്നത്? പാർട്ടിക്ക് വേണ്ടി വീട് കയറി ഇറങ്ങുന്നവൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിൽ അവരാഗ്രഹിക്കുന്ന തരത്തിൽ അതിന് ലീഡ് ചെയ്യാൻ നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. പ്രവർത്തകൻ ഓരോ വീട്ടിലും കയറി ഇറങ്ങിയവനാണ് പാർട്ടിയുടെ മുഖം. അപ്പൊ അവർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവരാഗ്രഹിക്കുന്ന തരത്തിൽ പാർട്ടി നിലപാടെടുക്കുക, നയങ്ങളെടുക്കുക, വർക്ക് ചെയ്യുക എന്നുള്ള ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അതിന്റെ സമയമാണ് വരാൻ പോകുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ജനങ്ങളെ കേൾക്കും. ജനങ്ങൾക്ക് ആവശ്യമുള്ളതും അവരാഗ്രഹിക്കുന്ന, അവരർഹിക്കുന്നതും കേരളത്തിൽ നൽകാൻ, അത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു ഭരണമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ജനങ്ങളുടെ ശബ്ദമായിട്ട് പാർട്ടി ഉണ്ടാവും. അതന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വം നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തെ മാറ്റം പൂർണ്ണമായിട്ട് അണികളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചതിന്റെ കാരണം, അല്ലെങ്കിൽ അവർ കൺവിൻസിംഗ് ആണ്. നിങ്ങളിപ്പം ഇതിപ്പം പ്രസിഡന്റ് സ്ഥാനം മാറിയ ആള് തന്നെ ഇപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ ഒരുമിച്ചല്ലേ കേട്ടു. ഇപ്പൊ വന്ന പ്രസിഡന്റ് ആണെങ്കിൽ തന്നെ ഇത്ര വളരെ ഡെപ്തിൽ നിയമസഭക്കകത്തും പുറത്തും പൊളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് പറയുക, ജനങ്ങൾക്കിടയിൽ നല്ല പിന്തുണയുള്ള, ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ നല്ല മുൻതൂക്കമുള്ള ഒരാൾ ഈ ജില്ലയിൽ നിന്ന് പാർട്ടിയെ നയിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നു. അടൂർ പ്രകാശിനെ പോലൊരാൾ, ആറ്റിങ്ങൽ പോലൊരു സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾ, അദ്ദേഹം UDFന്റെ കൺവീനറായിരുന്നു. വിഷ്ണുവേട്ടനെയും അതുപോലെ തന്നെ AP അനിലേട്ടനെയും പോലുള്ള ആളുകൾ വർക്കിംഗ് പ്രസിഡന്റ്, അവർ കൂടെ ഞങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടുന്നു. അപ്പോൾ ഒരു പ്രോപ്പർ ബ്ലെൻഡ്, ഒരു നല്ല ടീം, ഇൻഡിവിജ്വലിസ്റ്റിക് അല്ല, ഒരു നല്ല ടീമാണ്. സുധാകരേട്ടൻ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് വരുന്നു. അതിനകത്ത് പ്രവർത്തകൻ നെഗറ്റീവായി പോകുന്ന സാഹചര്യം ഇല്ല. ഒരു പാർട്ടി ഡിസിഷന്റെ കൂടെ അവരെല്ലാവരും ഉണ്ട്. ഇനി പറഞ്ഞു വിളിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത് ചെയ്യാവുന്ന അപകടങ്ങളൊന്നുമല്ല പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത്. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു തീരുമാനമാണ്.
കാരണം ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞതിനേക്കാളും കരുത്തോടെ പറഞ്ഞതാരാ? നിങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് നിങ്ങൾ പറയുന്ന ആളാണ് ഏറ്റവും കരുത്തോടെ പറഞ്ഞത്. ഈ ഭരണകൂടത്തിന്റെ അവസാനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉണ്ടാവുന്നില്ല, ഒരു സാധാരണ പ്രവർത്തകന്റെ മുമ്പിൽ ഉണ്ടാവുന്നില്ല. ഒരു ടീമായിട്ട്, ഒരു ഫാമിലി ആയിട്ട് ഞങ്ങൾ പറഞ്ഞു. ഈ എല്ലാവർക്കും ഒരു ഇരട്ട പദവി എന്നുള്ളൊരു കാര്യം വരുന്നുണ്ടല്ലോ. ഇതിൽ എല്ലാവരും ജനപ്രതിനിധികളാണ്, അവരൊക്കെയാണ് ഭാരവാഹികളായിട്ടും വരുന്നത്. അപ്പോൾ ഒരു ഇരട്ട പദവി എന്നുള്ള ഒരു കാര്യം അവിടെയൊക്കെ ആരുടെ കാര്യം നോക്കിയാലും വരുന്നില്ലേ? അതേസമയം ജനങ്ങൾ നൽകുന്ന ഉത്തരവാദിത്വമാണ് ജനപ്രതിനിധികൾ. ജനങ്ങളുടെ അംഗീകാരമുണ്ട്. പാർട്ടി നിയോഗിച്ച ഉത്തരവാദിത്വമായിട്ട് ജനങ്ങളുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമല്ലല്ലോ. ഞങ്ങൾക്ക് കൂടുതൽ ജനപ്രതിനിധികൾ പഞ്ചായത്ത് തലത്തിൽ, കൂടുതൽ ജനപ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്തിൽ, ജില്ലാ പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിൽ ഈ പറഞ്ഞ പോലെ പദവിയുള്ള ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. അതിനുവേണ്ടി വർക്ക് ചെയ്യും.